പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹാവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ വീണ്ടും കടന്നു വരുവാൻ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുവാനെല്ലാം ദൈവം തന്ന വലിയ കൃപയ്ക്കായി അവസരത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചത് നമ്മളെക്കുറിച്ച് തന്നെയായിരുന്നു, അഥവാ മനുഷ്യനെക്കുറിച്ച് ആയിരുന്നു. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ദൈവം ഭയങ്കരവും അതിശയകരവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി. ദൈവം ഏകനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ ഏക ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനിലും പ്രധാനമായി 3 ഘടകങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം. ആ 3 ഘടകങ്ങളാണ്: 1 ആത്മാവ്, 2 പ്രാണൻ അഥവാ ദേഹി, 3 ദേഹം അഥവാ നമ്മുടെ ശരീരം. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ, സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. സാധാരണ ലോകമനുഷ്യരെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ദേഹം, ദേഹി, ആത്മാവ് എന്നൊക്കെയാണ് പറയുക. ദേഹത്തിന് ആണവിടെ മുൻതൂക്കം കൊടുക്കുന്ന. തിരുവചനത്തിൽ നേരെ തിരിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ആത്മാവിനാണ് തിരുവചനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാരണം ആത്മാവിന് നാശമില്ല. ശരീരം നശിച്ചു പോകും. ഈ മണ്ണിൽ നിന്നെടുത്ത ശരീരം മണ്ണോട് ചേർന്ന് പോകും. എന്നാൽ ആത്മാവ് ദൈവത്തിൽ നിന്നായതുകൊണ്ട് ആത്മാവിന് നാശമില്ല. ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. നമ്മുടെ ഈ ദേഹം ഈ പ്രകൃതിയുമായി, ലോകവുമായി, സമൂഹവുമായി ഒക്കെ ബന്ധപ്പെടുന്നത് നമ്മുടെ ദേഹമാണ്, പുറമേയുള്ള ശരീരമാണ്. അതിന് പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നു. ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, കണ്ണ് ഇവയ്ക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ലോകത്തെ അറിയുകയും ലോകത്തോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ആത്മാവാണ് ദൈവത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആത്മാവ്. ദൈവവുമായിട്ട് എപ്പോഴും കണക്ഷന് വേണ്ടി ആത്മാവ് ദാഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ ആത്മാവ് ദൈവസംബന്ധമായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ദേഹം ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. നമ്മളിൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ദേഹിയിലൂടെ ആണ്. ദേഹി അഥവാ വ്യക്തിത്വം. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അത് ദേഹിയിലാണ്. അവൻ്റെ ഇച്ഛ, ആഗ്രഹം, തിരഞ്ഞെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം, അറിവ്, ചിന്തകൾ, ഇതെല്ലാം ദേഹിയിലാണ് ഉണ്ടാകുന്നത്. അഥവാ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആ വ്യക്തി എന്ന നിലയിലുള്ള കാര്യങ്ങളെല്ലാം ദേഹിയിലൂടെയാണ് സംഭവിക്കുന്നത്. പുറമേയുള്ള ശരീരം ഈ ലോകവുമായും പ്രപഞ്ചവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ തന്നെയും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് ദേഹിയിലൂടെയാണ്. അഥവാ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ ദേഹിയിലൂടെയാണ്. അപ്പോൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ആത്മാവാണ്. ദൈവവിഷയങ്ങളിൽ ആത്മാവ് എപ്പോഴും അതിനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സങ്കീർത്തന പുസ്തകം
16 അധ്യായം 9 വാക്യത്തിൽ, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കുമെന്ന് കാണും. അപ്പോൾ തിരുവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യൻ ആത്മാവും ദേഹിയും ദേഹവും എന്ന 3 ഘടകങ്ങൾ ഉള്ളവനാണ് എന്ന്. ദേഹിയെയും ആത്മാവിനെയും കുറിച്ച് അകത്തെ മനുഷ്യൻ എന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നുണ്ട്. അകത്തെ മനുഷ്യൻ ആത്മസത്തയും പുറത്തെ ഈ മനുഷ്യൻ പദാർത്ഥവുമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ആത്മീയതയുടെയും കേന്ദ്രം അകത്തെ മനുഷ്യനാകയാൽ അതിനെ ഹൃദയമെന്നും പലയിടങ്ങളിലും വിശേഷിപ്പിക്കാറുണ്ട്. മനുഷ്യനുള്ള ഈ 3 വിധ ഘടകങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിനെക്കുറിച്ചാണ്. ഏറ്റവും പ്രാധാന്യം ദൈവവചനം നൽകുന്നത് ആത്മാവിനാണ്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ് എന്ന് സദൃശവാക്യം 20 അധ്യായം 27 വാക്യം നമ്മൾ കാണുകയാണ്. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ്. ആ ആത്മാവാണ് മനുഷ്യൻ്റെ വെളിച്ചം. ആത്മാവ് വിലക്കിയിട്ടും പിന്നെയും അനുസരിക്കാതെ തെറ്റുകളിൽ തുടർന്നു പോകുമ്പോൾ ആത്മാവ് ദുഃഖിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആത്മാവിനെ കെടുത്തിക്കളയരുതെന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ വ്യക്തമായി ഓർപ്പിക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്ന ഗലാത്യലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദൈവമാണ്. ദൈവമാണ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഈ ആത്മാവിനെ പകർന്നു നൽകിയത്. ആദാമിലേക്കും ഹവ്വയിലേക്കും യഹോവ ഊതി നൽകിയ ജീവശ്വാസമാണ് ആത്മാവ്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ നമ്മളങ്ങനെ കാണുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസത്തെ ഊതി, അഥവാ ആത്മാവിനെ പകർന്ന് കൊടുത്തപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ദേഹി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അവിടെ ഉളവായി വരികയാണ്. പിന്നീട് മനുഷ്യൻ മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പൊടി പണ്ട് ആയിരുന്ന പോലെ പൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകി ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അവിടെ ദേഹിയെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശിക്കുന്നില്ല. പൊടി പണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. നിരാശ തോന്നുന്നുണ്ടോ? എന്നും പൗഡർ ഇട്ട് ക്രീമൊക്കെ ഇട്ട് ആഴ്ചയിൽ 2000 രൂപ വീതം ബ്യൂട്ടി പാർലറിലൊക്കെ മുടക്കി ജിമ്മിലുമൊക്കെ പോയി ആ ചെളിയും പൊടിയും പോലും പറ്റിക്കാതെ, അതുകൊണ്ട് ചിലർ പണിക്ക് പോലും പോകാതെ, ചില സഹോദരിമാരാണെങ്കിൽ കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുക്കത്തില്ല എന്നൊക്കെ നമ്മൾ ഈ ആധുനിക കാലത്ത് കേൾക്കുന്നുണ്ട്. കാരണം സൗന്ദര്യം പോകുമെന്നോർത്ത് ഈ സൗന്ദര്യം നമ്മൾ ഈ പുറമേ തേച്ച് മിനുക്കിക്കൊണ്ട് നടക്കുന്ന ഈ ശരീരം അഴിഞ്ഞു പോകുന്ന ദൈവത്തിന് വചനം പറയും. ഈ ശരീരം പൊടിയായിത്തീരും, ഈ ശരീരം മണ്ണായിത്തീരും. ഇത് മണ്ണിൽ നിന്നെടുത്തുകൊണ്ട് തിരിച്ച് മണ്ണിലേക്ക് പോകും. ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകും. പൊടി പണ്ടായിരുന്നതുപോലെ. അതുകൊണ്ടാണ് നമുക്കെപ്പോഴും മനുഷ്യനെ സംബന്ധിച്ച് ഈ ലോകത്തോടും ഈ മണ്ണിനോടും ഈ ലോകത്തിൻ്റെ വസ്തുക്കളോടുമൊക്കെ ഉള്ള ഒരു ഭ്രമം ആ ശരീരത്തിലിങ്ങനെ ആ ജഡത്തിലിങ്ങനെ വസിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തിന് എപ്പോഴും മണ്ണിനോടൊരു ആഗ്രഹവും താല്പര്യവും എല്ലാം ഉണ്ടാകും. അവസാനം ഈ ശരീരം മണ്ണിലേക്ക് തന്നെ പോയി ഇല്ലാതെയാകും. ഓർത്ത് ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട കേട്ടോ. ദൈവമക്കളെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെയുള്ള യാതൊരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. നമ്മുടെ ഈ ശരീരം പോയാൽ ഈ ശരീരത്തിന് പകരം പൗഡറും ക്രീമും
ത്രെഡിങ്ങും ഡൈയും ഷാമ്പുവും ഒന്നും ആവശ്യമില്ലാത്ത നിത്യമായ തേജസ്സുള്ള ദൂതതുല്യമായ ശരീരം നമുക്ക് സ്വർഗത്തിൽ നിന്നും ദൈവം നൽകും. 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ അങ്ങനെ കാണുക, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കും എന്ന് കൊരിന്ത്യർ 15:53 നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് 1 കൊരിന്ത്യർ 15:52-53 നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഹല്ലേലൂയ. അതാണ് പാട്ടുകാർ പാടുന്നത്. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. നമുക്ക് പ്രത്യാശയുണ്ട്. നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. നമ്മുടെ ആത്മാവ് ദൈവത്തിനെ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുക. മാൻനീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിലേക്ക് ചേരുവാൻ കാക്ഷിക്കുന്നുവെന്ന് സങ്കീർത്തനകാരൻ പറയുക. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദൈവമാണ്. സദൃശവാക്യം 20:27. ഉൽപ്പത്തി 2:7 യഹോവയെ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പാദാമിലേക്കും ഹവ്വയിലേക്കും യഹോവ ഊതി നൽകിയ ജീവശ്വാസമാണ് ആത്മാവ്. മൂന്നാമതായിട്ട് ചിന്തിക്കുന്നു, മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത് യഹോവയാണ്. സഖറിയാ പ്രവാചകന്റെ പുസ്തകം 12:1 ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചിരിക്കുന്നുവെന്ന് സഖറിയാ പ്രവാചക പുസ്തകം 12:1 പറയുക. ഹല്ലേലൂയ. വെറുതെ അങ്ങുണ്ടായി വന്നതല്ല, ദൈവം ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിർമ്മിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യവും വ്യക്തവുമായിട്ട് പറയുക. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. മനുഷ്യന് ദൈവബോധവും ദൈവത്തോടുള്ള കൂട്ടായ്മയും നൽകുവാനായി മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട ഘടകമാണ് ആത്മാവ്. യെശയ്യാപ്രവാചക പുസ്തകം 26:9 എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രി നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. മനുഷ്യനെ ദൈവബോധവും ദൈവത്തോടുള്ള കൂട്ടായ്മയും ലഭിക്കേണ്ടതിന് നൽകേണ്ടതിന് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട ഘടകമാണ് ആത്മാവ് എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ആത്മാവ് ദൈവ സാന്നിധ്യത്തിനായിട്ട് ദാഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പുതിയ പുതിയ കോമഡി വീഡിയോകൾ എവിടെയുണ്ട്, അടുത്ത പുതിയതായിട്ടുള്ള സീരിയൽ എവിടെയാണ്, സീരീസ് എവിടെയാണ്, പുതിയതായിട്ടുള്ള സിനിമ എവിടെയാണെന്നൊക്കെയാണ് മനുഷ്യർ പലപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്.
അടുത്ത വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ ആരൊക്കെയോ വന്നല്ലോ, ചില പോലീസുകാരൊക്കെ അവിടെ വന്നല്ലോ, ഇതൊക്കെ ആയിരിക്കും അടുത്ത മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ അകത്തെ മനുഷ്യൻ ചിന്തിക്കുന്നു, എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വചനം വായിക്കണം, എനിക്ക് ആരാധിക്കണം, എനിക്ക് നന്മ ചെയ്യണം, കൂട്ടായ്മ കാണിക്കണം എന്നൊക്കെയാണ് ഈ അകത്തെ മനുഷ്യൻ ദാഹിച്ചു കൊണ്ടിരിക്കുന്നത്. പുറത്തെ മനുഷ്യൻ ലോകകാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുവാൻ കാക്ഷിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ അഥവാ ആത്മാവ് ദൈവസാന്നിധ്യത്തിനായി കാക്ഷിച്ച് ദാഹിച്ച് മോഹിക്കുകയാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആദാമിലേക്ക് ഹൗവയിലേക്ക് ഊതിയ ജീവശ്വാസമാകുന്ന ആത്മാവ് തലമുറകളിലേക്കും അതുവഴി ഭൂമിയിലുള്ള സകല മനുഷ്യരിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. സകല മനുഷ്യരുടെയും ആത്മാവിൻ്റെ ഉടയവൻ യഹോവയാണ് എന്ന് സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. 27-ാം അധ്യായം 16-17 വാക്യത്തിൽ യഹോവയുടെ സഭയുടെ ഇല്ലാത്ത ആളുകളെ പോലാകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകാനും അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭകളുടെ മേലെ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ എന്ന് ദൈവത്തെക്കുറിച്ച് പറയുക. അപ്പോൾ സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ. കുറച്ച് കറുത്തിട്ടുള്ളവരാണെങ്കിൽ അവരെ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും കറുത്തവർക്കൊരു സഭ, വെളുത്തവർക്കൊരു സഭ, പണമില്ലാത്തവനൊരു സഭ, പണം ഉള്ളവനൊരു സഭ, പണമില്ലാത്തവനൊരു സഭ, താഴ്ന്ന ജാതിക്കാർക്ക് വേറൊരു സഭ, ഉയർന്ന ജാതിക്കാർക്ക് വേറൊരു സഭ, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്ന ലോക സംഭവങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കറുത്തവരേക്ക് വേറെ ആത്മാവും വെളുത്തവർക്ക് വേറെ ആത്മാവും, സമ്പത്തുള്ളവന് വേറെ ആത്മാവും സമ്പത്തില്ലാത്തവന് വേറെ ആത്മാവും, അങ്ങനെ ഒന്നുമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവം യഹോവയാണ്. യഹോവയാണ്. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ആരെയും തള്ളിക്കളയരുത്, ആരെയും നിരസിക്കരുത്, ആരെയും പുച്ഛിക്കരുത്, ആരെയും കുറച്ച് കാണരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കും. സകല ജഡത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റേത് ആണ്, ദൈവത്തിൽ നിന്നാണ് എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുക. 17-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 26-ാം വാക്യം, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പോൾ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. അപ്പോൾ ഒരുത്തനിൽ നിന്നും, ആദാം എന്നുള്ള ഏക മനുഷ്യനിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന കോടാകോടി ജനങ്ങൾ, നമ്മളുൾപ്പെടെ പല രാജ്യങ്ങളിലുള്ള എല്ലാ ജനങ്ങളും പുറപ്പെട്ടു വന്നത് ആദാമിൽ നിന്നാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ കറുത്തവരോ വെളുത്തവരോ പണക്കാരെന്നോ ദരിദ്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമുള്ള വ്യത്യാസം നമ്മൾ കാണിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. എല്ലാ ആത്മാക്കളുടെയും ഉടയവൻ യഹോവയാണ് എന്ന് ദൈവവചനം പറയുക. പാപനിമിത്തം മനുഷ്യനിലെ ആത്മാവ് ദൈവത്തിൽ നിന്നും അകലെയാണ്, അഥവാ വേർപെട്ടുപോയി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു വേർപാടെന്നുള്ളതൊരു മരണം തന്നെയാണ്. ശരിക്കും ദൈവത്തുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെയായി ആത്മാവ് മാറിപ്പോയി. അതിനാൽ ശരിയായ ദൈവബോധവും സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവും സാധാരണ മനുഷ്യർക്ക് ഇല്ല. ആദാമും ഹവ്വായും പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് അവരിൽ നിന്നും മാറിപ്പോയി, ആത്മാവിൽ കളങ്കമുള്ളവരായി മാറി. അതുവരെ മരണമില്ലാതിരുന്നവരിൽ മരണം പ്രവേശിച്ചു. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത് കൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വേർപെട്ടു പോയ ആത്മാവ്, അഥവാ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആത്മാവ്, അത് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ
യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ അവർ വീണ്ടും ജനിക്കപ്പെടുകയാണ്. ആ വീണ്ടും ജനിക്കപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലുള്ള വീണ്ടുമുള്ള ഒരു ജനനമാണ്. ദൈവത്തിൽ നിന്നകന്ന് ആ മരിച്ച ആത്മാവ്, സാങ്കേതികമായി നമ്മൾ പറയുമ്പോൾ അങ്ങനെ നമുക്ക് പറയാം, അല്ലാതെ ആത്മാവിന് മരണമില്ല. എന്നാൽ ദൈവസാന്നിധ്യത്തിൽ നിന്നാകുന്ന വേർപെട്ടുപോയ ആ ആത്മാവ് അത് പുതുജീവൻ പ്രാപിച്ച് ഒരു പുതിയ മനുഷ്യനായി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ആത്മാവിൽ വീണ്ടും ജനിക്കുകയാണ് എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുക. ആദിമ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ശരീരത്തിൽ പ്രാണന് മാത്രമേ കുഴപ്പം സംഭവിച്ചുള്ളൂ, ആത്മാവിന് കളങ്കം സംഭവിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. ആ ചിന്ത തെറ്റാണ്. ആത്മാവിൽ കപടം സംഭവിച്ചിട്ടുണ്ട്. ആത്മാവിലെ കന്മഷം നീക്കിക്കളയണമെന്ന് അതാണ് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുന്നത്. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആത്മാവിൽ കന്മഷം ഇല്ലാതെ, ആത്മാവിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്ത്, ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച്, ആത്മാവിൽ ജീവിച്ച്, ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇങ്ങനെ തേജസ് നഷ്ടപ്പെട്ട ആത്മാവിന് വീണ്ടും ജനനത്തിലൂടെ മാത്രമേ ദൈവത്തോട് അടുത്ത് വരാൻ സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു വിശ്വസിക്കുമ്പോൾ അകന്നുപോയ മനുഷ്യാത്മാവ് ദൈവത്തോട് അടുക്കുന്നു. അതാണ് വീണ്ടും ജനനമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദെമസ് എന്നുള്ള മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം അവിടെ 3:3 എഴുതുന്നു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. 3-ാം അധ്യായം 5-ാം വാക്യം, യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു പിന്നെ പറയുക, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിലൊരു വീണ്ടും ജനനം എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. പാരമ്പര്യമൊക്കെ പറയാനുണ്ടാകും. നാളുകളായി ക്രിസ്ത്യാനി എന്ന പേരുണ്ടാകും. ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ കുടുംബം ക്രിസ്തീയ കുടുംബമാണ് എന്ന് പറയാൻ പറ്റും. അതേ പാരമ്പര്യമുള്ള നിക്കോദെമോസിനോടാണ് കർത്താവ് പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗം കണി കാണാൻ പോലും പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പം ആത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവത്തോട് കൂടെ ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കണി കാണാൻ പറ്റത്തില്ല. ആത്മാവിൽ ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാൻ പോലും കഴിയത്തില്ല എന്ന് കർത്താവ് പറയുക. ഇങ്ങനെ വീണ്ടും ജനിച്ച് ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആത്മാക്കളുടെ കുറിച്ച് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന് 20-ാം വാക്യത്തിൽ പറയുന്നു, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. അപ്പം ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആത്മാക്കളുടെ ഇടയൻ യേശുവാണ് എന്ന് നമ്മളവിടെ കാണുകയാണ്. ദൈവം ആത്മാവായതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മാവ് കൊണ്ട് മാത്രമേ ദൈവത്തെ സത്യമായിട്ട് ആരാധിക്കാൻ സാധിക്കത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പം ദൈവം ആത്മാവായതുകൊണ്ട് നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ദൈവം ആത്മാവാകുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പൗലോസ് അരയോപകമധ്യേ നിന്നുകൊണ്ട് പറയുക, അധീനയിൽ വിഗ്രഹങ്ങൾ കണ്ട് ചൂടുപിടിച്ച പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്നുകൊണ്ട് പറയുക, അതേന പുരുഷന്മാരെ നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. അതിഭക്തന്മാരൊക്കെയാണ് കേട്ടോ, അതിഭക്തന്മാരാണ്. അതാണ് എല്ലാം വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല.
കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കാരണം എന്താ? ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയത് ദൈവമാണ്. ആ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മൂട്ടുള്ളവനെന്ന പോലെ മനുഷ്യ കൈകളാൽ ഒരു ശുശ്രൂഷയെ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തിനും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. എന്തിനാ? അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. പക്ഷെ എന്ത് ചെയ്യാൻ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ, ദൈവം ആത്മാവാണ് എന്നറിയാതെ, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് അറിയാതെ വണ്ണം മനുഷ്യനെ പിശാച് തെറ്റിച്ച് വെച്ചിരിക്കുക. എന്നാൽ ഈ സത്യം അറിയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. ദൈവം ആത്മാവാണ്, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നുള്ള ബോധ്യം നമുക്ക് ദൈവം തന്നു. നമുക്കത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അപ്പോസ്തലപ്രവൃത്തി 17:29 നാം കാണുക, നാം ദൈവത്തിൻ്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഹലോ സഹോദര, സഹോദരി, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുക, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴൊന്ന് മാനസാന്തരപ്പെടാമോ? ദൈവം എൻ്റെ അറിവില്ലായ്മ മൂലം അവിടെ ദൈവമുണ്ട്, ഇവിടെ ദൈവമുണ്ട് എന്നെല്ലാം കരുതി ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പലതിനെയും കുമ്പിട്ട് ആരാധിച്ചു, പല രൂപങ്ങളുടെയും മുമ്പിൽ പ്രണമിച്ചു, അതിനെയൊക്കെ ആരാധിക്കുകയൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. എന്ന കർത്താവെ, അങ്ങ് ആത്മാവാകുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അതെൻ്റെ ആത്മാവിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എന്നോട് ഞാൻ നാളിതുവരെ ചെയ്തത് എല്ലാം ക്ഷമിക്കണം. ഞാൻ അങ്ങേ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെടു സഹോദര, മാനസാന്തരപ്പെടു സഹോദരി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിലാരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. പരിശുദ്ധാത്മാവിനാൽ ഈ സത്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പാപിയായൊരു മനുഷ്യൻ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കാതെ തുടർന്നാൽ അവരെ ആത്മാവ് നിത്യനരകത്തിലേക്ക് പോകുവാനിടയായിത്തീരും. മരണസമയം ദൈവത്തിൻ്റെ മക്കളുടെ ആത്മാവ് സ്വർഗത്തിലേക്കും പാപികളുടെ ആത്മാവ് യാതനാസ്ഥലത്തേക്കും പോകുമെന്ന് ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ധനവാന്റെയും ലാസറിൻ്റെയും ഒക്കെ ഉപമയിലൂടെ ഈ ആത്മാവിനെ തടുക്കുവാൻ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല എന്ന് സഭാപ്രസംഗി 8-ാം അധ്യായം 8-ാം വാക്യത്തെ നമ്മൾ കാണുകയാണ്. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. നമ്മളെ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. വേറെ ഒരു മനുഷ്യനും നമ്മുടെ ആത്മാവിൻ്റെ മേൽ അധികാരമില്ല. അതുകൊണ്ട് ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ, അതുകൊണ്ട് ആത്മാവിൻ്റെ ഇഷ്ടം പോലെ, അതുകൊണ്ട് ആത്മാവ് ദൈവത്തെ അന്വേഷിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആത്മാവിന് തൃപ്തിയുള്ളയിടത്ത് ആരാധിപ്പാൻ നമുക്ക് ഇടയാകണം. ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ നമുക്ക് ഇടയായിത്തീരണം. യാതൊരാളും നമ്മുടെ ആത്മാവിൻ്റെ മേൽ അധികാരമെടുക്കുവാൻ പാടില്ല. അത് ദൈവത്തിന് മാത്രമുള്ള അധികാരമാണ്. യഹോവയുടെ ദീപമാണ് നമ്മുടെ ആത്മാവ് എന്ന് നമ്മൾ കണ്ടു. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നീ എൻ്റെ ദീപത്തെ കത്തിക്കണം. ആത്മാവിലൊരു കത്തൽ, ആത്മാവിലൊരു എരിവ് എനിക്ക് ഉണ്ടാകുവാൻ
ഇടയായിത്തീരണം. സങ്കീർത്തനം 18:28. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാവോ? നമുക്ക് ഇന്ന് ആത്മാവിനെക്കുറിച്ചാണ്. മനുഷ്യനിലെ 3 ഘടകങ്ങളായ മനുഷ്യൻ്റെ തൃത്വമായ ആത്മാവ്, ദേഹം എന്നിവയിൽ ആത്മാവിനെക്കുറിച്ച് അല്പം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അത് 1, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപമാണ്. 2, ആദാമിലേക്കും ഹവ്വയിലേക്കും യഹോവ ഊതി നൽകിയ ജീവശ്വാസമാണ് ആത്മാവ്. 3, മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത് യഹോവയാണ്. 4, മനുഷ്യന് ദൈവബോധവും ദൈവത്തോടുള്ള കൂട്ടായ്മയും നൽകുവാനായി മനുഷ്യനെ നിർമ്മിച്ച ഘടകമാണ് ആത്മാവ്. 5, ആദാമിലേക്കും ഹവ്വയിലേക്കും ഊതിയ ജീവശ്വാസമാകുന്ന ആത്മാവ് തലമുറകളിലേക്കും അതുവഴി ഭൂമിയിലെ സകല മനുഷ്യരിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. 6, പാപനിമിത്തം മനുഷ്യനിലെ ആത്മാവ് ദൈവത്തിൽ നിന്നും വേർപെട്ടുപോയി അകലെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അതിനാൽ ശരിയായ ദൈവബോധവും സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവും സാധാരണ മനുഷ്യർക്കില്ല. അടുത്തതായി 7, ആദിമ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ശരീരത്തിനും പ്രാണനും മാത്രമേ കുഴപ്പം സംഭവിച്ചുള്ളൂ, ആത്മാവിന് കളങ്കം സംഭവിച്ചില്ല എന്ന് പറയുന്ന ചില ചിന്താഗതികളുണ്ട്. ആ ചിന്ത തെറ്റാണ്. ആത്മാവിൽ കന്മഷം സംഭവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ പഠിച്ചു. 8 കാര്യം, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇങ്ങനെ തേജസ് നഷ്ടപ്പെട്ട ആത്മാവിന് വീണ്ടും ജനനത്തിലൂടെ വീണ്ടും ദൈവത്തോട് അടുത്തു വരാൻ കഴിയും. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള ആ ഏകീഭാവത്താൽ നമുക്ക് നമ്മുടെ ആത്മാവിൽ ഒരു വീണ്ടും ജനനം സംഭവിക്കും എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം ആത്മാവായതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മാവ് കൊണ്ട് മാത്രമേ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടു. അടുത്തതായി അവസാനത്തെ കാര്യം, പാപിയായ ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കാതെ തുടർന്നാൽ അവരുടെ ആത്മാവ് നിത്യനരകത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവേ, നീ എൻ്റെ ദീപത്തെ കത്തിക്കണം. ആത്മാവിൽ ഒരു കത്തൽ എനിക്ക് ഉണ്ടാകണം. സത്യം തിരിച്ചറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ എനിക്കിടയായിത്തീരണം. കർത്താവ് അതിനായി എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കൂടി വരുവോളം കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ കർത്താവ് നമ്മളെ നയിക്കുമാറാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. വളരെ വിശദമായിട്ടൊന്നും നമ്മൾ ചിന്തിച്ചു പോകുന്നില്ല. നമ്മൾ ഒരറിവിലേക്കായി ഒന്ന് ചിന്തിച്ചു പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് പ്രാർത്ഥിക്കാം. കൂടുതലായിട്ട് ഈ വിഷയം നമുക്ക് വിശദമായി പിന്നാലെ പഠിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.